അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റാഗി ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഒരു പാത്രത്തിലേക്ക് അര കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റാഗിയും അതേപോലെ തന്നെ ആ കപ്പിൻ്റെ അളവിൽ അര കപ്പ് ഇഡലി റൈസ്, 1/2 ടീസ്പൂൺ ഉലുവ. ഇത് നന്നായിട്ടൊന്ന് കഴുകണം. ഒരു 4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ കപ്പിൻ്റെ അളവിൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഈ കപ്പിൻ്റെ അളവിൽ ഒരു 1/2 കപ്പ് ഉഴുന്നും ഇതേപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 2.5 കപ്പ് വെള്ളത്തിൽ അതും കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 7 മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഉഴുന്ന് കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പിൻ്റെ അളവിൽ അവലും കൂടെ, വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്, അവലും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരിയും റാഗിയും എല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ വൈകുന്നേരമാണ് ഇത് അരച്ച് വെച്ചേക്കുന്നത്, രാവിലെയാണ് ഇതെടുത്ത് നമ്മൾ ഇഡലി തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് അരച്ചതിന് ശേഷം 3/4 കപ്പ് വെള്ളമാണ് അധികം കിട്ടിയേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. 20 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം ഇതൊന്ന് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.